അപ്പോഴേ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരു 5-6 വീഡിയോ ഇട്ടിരുന്നു അടീനിയത്തെക്കുറിച്ച്. ഞാൻ പരിപാലിക്കുന്ന അടീനിയത്തെക്കുറിച്ച്. അപ്പോൾ അതിൽ ആ വീഡിയോ കണ്ട ചിലരൊക്കെ എൻ്റെ അടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ പിന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചു, എങ്ങനെയാണ് ഈ 10-60 തൈകളൊക്കെ ഉണ്ടാക്കിയത്, അത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞു. ഞാനെല്ലാ വീഡിയോ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ആ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടിയായിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ അടീനിയെല്ലാം നാടൻ അടീനിയാണെന്നറിയാം. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം. ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം വിത്തുണ്ടായി. അതിൽ നാടൻ അടീനിയമായതുകൊണ്ട് തന്നെ വിത്തുണ്ടായി. അതിൽ പിന്നെ കുറേ തൈകൾ, അത് 10-60-70 തൈകളോളം ഉണ്ടായി. ഞാനത് ചാണകവും മണ്ണിലും കൂടെ മിക്സ് ചെയ്ത് ആ വിത്ത് പാകി അത് നിറയെ തൈകളുണ്ടായി നിന്നു. ഞാൻ പക്ഷേ അധികം വളമൊന്നും കൊടുത്തില്ല. കാരണം എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്, എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാനതിന് വലിയ വളമൊന്നും കൊടുത്തുമില്ല, ശ്രദ്ധിച്ചുമില്ല അങ്ങനെ. അപ്പോൾ ഈ വർഷമായപ്പോഴേക്കും അത് മാറ്റി വയ്ക്കാറായി. അപ്പോൾ 1-2 നന്നായിട്ട് പൂത്തു കേട്ടോ. 2 പൂവുണ്ടായി. ആ പൂ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് റോസും പിന്നെ വേറെ ഒരു കളറുമാണ്. അപ്പോൾ ഇത് നഴ്സറിക്കാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ വിത്ത് ഉണ്ടാകുന്നത് എടുത്ത് വയ്ക്കണം, അതിൽ നിന്ന് നല്ല തൈകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കോഡെക്സൊക്കെ നല്ലതായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത തൈകളാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതുണ്ടോ, തൈകളും 2 തരത്തിലുള്ള തൈകൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് 3 എന്ന് പറയുന്നത് ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഞാൻ പാകിയ തൈകൾ നിന്നില്ലേ, അതിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഈ 3 പല രീതിയിലിരിക്കുന്നുണ്ടോ. അതിന് വളമൊന്നും അധികം കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോഡെക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുക കേട്ടോ. കാരണം എൻ്റെ അടുത്ത് സംശയം ചോദിച്ച് എന്നെ വിളിച്ച് ചോദിച്ചവർ, മെസ്സേജ് അയച്ചവർക്കും വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ബാക്കി എല്ലാവർക്കും ഇതേക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിൽ ഒത്തിരി പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ ആദ്യമായിട്ട് വിത്ത് പാകി മുളപ്പിച്ചു. ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടി. 2 പൂത്തു. അതിൻ്റെ കളറും അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രൂൺ ചെയ്തു. എനിക്ക് ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ഒന്നും അറിയത്തില്ല, ഞാനതിന് മെനക്കെടാറുമില്ല. ഈ പ്രൂൺ ചെയ്യുമ്പോൾ 5-8 വർഷമായിട്ട് എൻ്റെ കയ്യിൽ അടീനിയമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പുകളൊക്കെ എടുത്ത് വയ്ക്കും. കഴിഞ്ഞ വർഷമാണ് ശരിക്കും വിത്ത് പാകി മുളപ്പിച്ച് ഇതുപോലെയുള്ള തൈകളിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത്. അപ്പോൾ ഇത് കട്ടിങ്സ് എടുത്ത് അതിൻ്റെ ചുവട് കണ്ടോ, അതിൻ്റെ ചുവട് മറ്റൊരു കോഡെക്സ് പോലെ വരത്തില്ല. വിത്ത് പാകി മുളപ്പിച്ചെടുക്കുന്ന ആ തൈകളുടെ കോഡെക്സ് പോലെ എന്തായാലും വരത്തില്ല. എനിക്കിവിടെ 2-3 ചെടികളുണ്ട്, അതിനൊന്നും കോഡെക്സ് നന്നായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇതിന് ശിഖരങ്ങളുണ്ടാവും കണ്ടോ, നല്ല ശിഖരങ്ങൾ ഉണ്ടാവും, നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഇതിന് വേണ്ടി ശ്രമിക്കാറില്ല. പക്ഷേ എനിക്ക് കുറേ ചട്ടികളിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ വിത്ത് പാകി മുളപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ കുറേ തൈകളും എൻ്റെ അടുത്തുണ്ട്. ഇതെല്ലാം ഒക്കെ ഇനിയും ഇത് ഇങ്ങനെ ഞാൻ ഈ വർഷം നട്ടിട്ട് കുറച്ചെണ്ണം ഇതിനേക്കാളും വലിപ്പമുള്ളതൊക്കെ ഞാനെടുത്ത് പിന്നെ സാധാരണ പോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി അടുത്ത വർഷം ഞാൻ ഇതേപടി നട്ടിട്ട് അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതേപടി നട്ടിട്ട് അടുത്ത വർഷം ഞാനിത് പ്രൂൺ ചെയ്യും. ഇതിപ്പോൾ അടുത്ത വർഷം, അതായത് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും, എല്ലാ വർഷവും സെപ്റ്റംബറൊക്കെ ആകുമ്പോഴാണ് ഞാൻ പ്രൂണിങ് നടത്തുന്നത്. കാരണം അന്നേരം മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് പ്രൂൺ ചെയ്യാനായിട്ട് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ നോട്ട്സിൽ നല്ല പിന്നെ ഇത് ശിഖരങ്ങളുണ്ടാകുമല്ലോ, തളിർപ്പുണ്ടാകും, എന്നിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നാടനായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഇതിൻ്റെ പൂക്കൾക്കുണ്ടാകുമെന്ന് അറിയത്തില്ല. പൂ ഉണ്ടാകുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ അല്പ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ട് മാത്രം കേട്ടോ. അല്ലാതെ എനിക്ക് യാതൊരു എക്സ്പീരിയൻസും അധികമായിട്ടില്ല. എനിക്ക് ഓർക്കിഡ്, ആന്തൂറിയം, ബൊഗെയിൻവില്ല, പിന്നെ ഈ അഡീനിയം, ഈ 4 ടൈപ്പാണ് എനിക്ക് മുഖ്യമായിട്ട് ഞാൻ പരിപാലിക്കുന്നത്.
ബാക്കി കുറേ ചെടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ബൊഗെയിൻവില്ലയൊക്കെ ആണെങ്കിലും നിറയെ പൂത്ത് നിൽക്കുക, എല്ലാം പൂത്തിട്ടുണ്ട്. അഡീനിയവും ഇതിന് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിൻ്റെ വളപ്രയോഗം ഇതിലുണ്ടാകുന്ന കീടങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ ചെടികൾ ഇനി ചിലരൊന്നും ഇതൊന്നും വളർത്തുന്നുണ്ടാവില്ല, അവർക്കൊരു പ്രോത്സാഹനം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതായത് മരുഭൂമിയിലെ റോസ് അല്ലെങ്കിൽ ഡെസേർട്ട് റോസ്, അഡീനിയം എന്നുള്ള ഈ പേരിൽ അറിയപ്പെടുന്ന ചെടി ആരെങ്കിലും വളർത്താത്തുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ട് വളർത്തണമെന്ന്, പരിപാലിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനം കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. പിന്നെ ഈ അഡീനിയം ചെടികളുണ്ടെങ്കിൽ തന്നെ അവരതിൽ വിത്തുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അപ്പൂപ്പൻ താടി പോലെ പൊട്ടിത്തെറിച്ച് പറന്നു പോകും. അപ്പോൾ അങ്ങനെ വിത്തുകൾ ഉണ്ടാകുന്നു എന്ന് ശ്രദ്ധിക്കാനും ആ വിത്തുകൾ എടുത്ത് കിളിർപ്പിച്ച് പുതിയ തൈകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനുമുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം എന്നോട് ചോദിച്ചതിൻ്റെ ഒരു മറുപടിയും കൂടിയായിട്ടാണ്. പലർക്കും സംശയം ഉണ്ടായിരുന്നു, വിത്തുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തോ, 10-70 വിത്തുകൾ ഉണ്ടാക്കിയോ എന്നുള്ള ഇതിൽ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയ നിവാരണത്തിന് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള റോസിൽ വീഡിയോ കാണുന്നവർ ഈ റോസുകൾ, അതായത് ഈ അഡീനിയം ഇല്ലാത്തവർ, ഇതുവരെ നടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നടുക. കോംബോ ഓഫറിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന 10 കളറൊക്കെ മൾട്ടിപെറ്റൽസ് ഉണ്ട്. എൻ്റെ അടുത്ത് മൾട്ടിപെറ്റൽസ് ഒന്നും ഇല്ല, അപ്പോൾ ഉണ്ട്. അതൊക്കെ വാങ്ങി കുറച്ച് വിലയാകും, ചിലതിന് വില കുറവായിരിക്കും, വാങ്ങി നടുക. എന്നിട്ട് നല്ല പൂന്തോട്ടം ഉണ്ടാക്കുക. ഓക്കെ, അതിനൊരു പ്രോത്സാഹനം നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോൾ എനിക്ക് ഉള്ളതുപോലെ തന്നെ ഞാനും ഇങ്ങനെ കണ്ടൊക്കെയാണല്ലോ എനിക്ക് ഇത് വളർത്തണം എന്നുള്ള മോഹം എന്നിലുണ്ടായത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിലും അതുപോലെ ഉണ്ടായിട്ട് ഇതിന് പിന്നെ അധികം പരിചരണമൊന്നും വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ലതായിട്ട് തോന്നിയാൽ ഇഷ്ടം ഇതിൽ എന്തെങ്കിലും ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനി ഈ തൈകൾ ഞാൻ എങ്ങനെ നടുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടോ, ഇത് മണലാണേ, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡിൽ വന്ന് വീഴുന്ന മണലാണ്. ആ മണലും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലൊരു മീഡിയം സൈസ് പോട്ട് എടുക്കുക, നല്ല തുളയുള്ളത്, അതായത് വെള്ളം നന്നായിട്ട് വാർന്നു പോകത്തക്ക രീതിയിൽ. പശപ്പുള്ള മണ്ണൊന്നും എടുക്കരുത്, കാരണം അത് വെള്ളം ഇങ്ങനെ പിടിച്ച് നിൽക്കുക, അങ്ങനെ അതിൻ്റെ പ്രോഡക്ട്സ് അഴുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാണകപ്പൊടിയും പിന്നെ ഈ മണ്ണിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നടുക. ഞാൻ ഇതുപോലെ തന്നെയാണ് നട്ട് വെക്കുന്നത്, കാരണം ഇതിന് അടുത്ത വർഷമേ ഉള്ളൂ. ഇതിനി നമ്മൾ വലിയ പോട്ടിലേക്ക് മാറ്റുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഇതിന് ഇങ്ങനെ നമ്മൾ ചാണകപ്പൊടി മണ്ണിലോടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ അതിൻ്റെ വേരൊക്കെ ഓടി അതിൻ്റെ കോഡക്സൊക്കെ നന്നായിട്ട് വലുതാകും. പിന്നെ ഇടയ്ക്ക് നമ്മൾ പൂക്കാനായിട്ടുള്ള പിന്നെ 19 ലൈറ്റായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. നനച്ച് കഴിഞ്ഞ് ഇത് റീപ്പോർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് 1-2 ആഴ്ച കഴിയുമ്പോഴൊന്ന് അത് ചെറുതായിട്ടൊന്ന് ഈ 19 കലക്കി വളരെ ഡൈല്യൂട്ടായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ അല്പം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റ് കീടങ്ങളൊന്നും അതിൻ്റെ ഈ പുഴു പോലത്തെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ അതാണ് ഞാൻ ഇട്ടിരുന്നത്. കാരണം എൻ്റെ അഡീനിയത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള പോട്ടുകൾ മതി തൽക്കാലം നമ്മൾ 1 വർഷത്തേനൊക്കെ ഇരിക്കണം. അതിന് ശേഷം നല്ല അഡീനിയം വയ്ക്കുന്ന പോട്ടുകൾ തന്നെ നമുക്ക് ലഭ്യമാണ്. മറ്റേ മൺചട്ടിയുടെ കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും, ബേസൻ പോലത്തെ. അപ്പോൾ അത് നല്ലതാണ് അഡീനിയത്തിൽ വയ്ക്കാനായിട്ട്. ഞാൻ സിമെൻറ്റ് ചട്ടി പോലത്തെ, ബേസൻ പോലത്തെ സിമെൻറ്റ് ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് നടുക്ക് നല്ലൊരു വലിയ ഹോൾ ഉണ്ടാവും. ആ തുള നന്നായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അതായത് 2-3 കല്ല് വെച്ചിട്ട് ആണ് വെക്കുന്നത്. കാരണം താഴേക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് നന്നായിട്ട് പോകത്തക്ക രീതിയിൽ. ഇതുപോലെ മണൽ ഇവിടെ സുലഭമാണ്. കാരണം
ഭയങ്കര മഴയെത്തി മലയിൽ നിന്നെല്ലാം വെള്ളം ഒലിച്ച് വരുമ്പോൾ അതിൻ്റെ കൂടെ മണൽ വരും. നമ്മുടെ ഈ ഗേറ്റിൻ്റെ വാതൊക്കെ തന്നെ ഈ റോഡിൽ വന്ന് ഇങ്ങനെ കിടക്കും. ആ മണലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ മണലും ചാണകപ്പൊടിയും മാത്രം. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഓക്കെ.